നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അക്ഷരദേവിയോട് പണം ചോദിച്ചത് ജയശങ്കർ സാർ അറിഞ്ഞിട്ടില്ല. ഡോക്ടർ സുധേട്ടന്റെ കാര്യത്തിന് ഇനി ആരോടും വഴക്കിന് പോകണ്ട. മാഡത്തിന്റെ അടുത്ത് പോയി വഴക്കുണ്ടാക്കിയെന്നൊക്കെ സ്വാമിയേട്ടൻ പറഞ്ഞായിരുന്നു. എന്തിനാ ഡോക്ടറെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. പണം ഞങ്ങൾ അടച്ചോളാം. സുധേട്ടന് വേണ്ടി ഡോക്ടർ ഇത്രയും പറഞ്ഞല്ലോ, അത് തന്നെ ധാരാളം. പണം റെഡിയായിട്ടുണ്ട്. സത്യം പറഞ്ഞതാ ഡോക്ടറെ, സുധേട്ടന്റെ ട്രീറ്റ്മെന്റിന് വേണ്ട പണമൊക്കെ റെഡിയായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ആ പണം മുഴുവൻ എന്റെ കയ്യിൽ വന്നു ചേരും. പിന്നെ എപ്പോ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ ഞങ്ങൾ റെഡിയാ. കടം വാങ്ങിയല്ലേ? ഇല്ല. അങ്ങനെ വാങ്ങുന്ന കടങ്ങളൊക്കെ പിന്നീട് ഒരു വലിയ ബാധ്യത ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ തന്നെ ഞാനൊരു വഴി കണ്ടെത്തി. എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ലേ, അത് ഞാനങ്ങ് വിറ്റു. അയ്യോ, എനിക്കതിൽ വിഷമമൊന്നുമില്ല. എന്റെ സുധിയേട്ടന് വേണ്ടിയിട്ടല്ലേ. ഈ സർജറി കഴിഞ്ഞ സുധിയേട്ടൻ രക്ഷപ്പെടുമല്ലോ. സർജറി നടത്താം, പക്ഷേ രക്ഷപ്പെടാനുള്ള ചാൻസ് വെറും 1% മാത്രമേ ഉള്ളൂ. ഈ ആക്സിഡന്റ് അല്ലാതെ ഒരു ഇന്റേണൽ ഇഞ്ചുറി, അത് തലയുടെ പിൻഭാഗത്ത് മിഡിലയോട് തൊട്ട് ചേർന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് അയാളുടെ സ്പൈനൽ കോഡിനെ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു. സർജറിയിൽ രക്ഷപ്പെട്ടാൽ തന്നെ ചിലപ്പോൾ അയാൾക്ക് പാർക്കിൻസൺസോ അൾസിമേഴ്സോ വരെ ബാധിച്ചേക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ലക്ക്. അത്രേ പറയാൻ കഴിയും. എന്റെ സുധേട്ടൻ രക്ഷപ്പെടില്ലേ ഡോക്ടർ? ഈ സർജറി കഴിഞ്ഞ പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ അല്ലേ?